ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. നിങ്ങളുടെ എല്ലാം ഭവനത്തിൽ ക്ലോക്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ക്ലോക്ക് വാസ്തുപരമായിട്ടാണോ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ക്ലോക്കുകൾ വെക്കുമ്പോൾ ആ ഒരു ഡയറക്ഷൻ നമ്മൾ അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം, നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് വാസ്തുപരമായിട്ട് ക്ലോക്ക് വെക്കുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പം ഹാളിലാണ് വെക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ കിഴക്ക് ഭാഗത്തായിട്ട് ക്ലോക്ക് വെക്കാം, അതല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് വെക്കാവുന്നതാണ് ക്ലോക്ക്. അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ക്ലോക്ക് സ്ഥാപിക്കാവുന്നതാണ്. വാസ്തുപരമായിട്ട് ക്ലോക്കുകൾ നമ്മൾ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലോക്കിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തീർച്ചയായിട്ടും ആ ക്ലോക്കിന് ഉദ്ഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഡയറക്ഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു പോസിറ്റീവിന് വരെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും, അത് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ക്ലോക്ക് വെക്കുമ്പോൾ വാസ്തുപരമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം അതല്ലാതെ മീറ്റിംഗ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇപ്പം ഡൈനിങ് റൂമൊക്കെ ആണെങ്കിൽ അവിടെയും കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭിത്തിയിൽ ക്ലോക്കുകൾ സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അടുക്കളയിൽ ക്ലോക്കുകൾ സ്ഥാപിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുകളൊന്നും തന്നെ ഇല്ല, അടുക്കളയിൽ ക്ലോക്ക് സ്ഥാപിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും കിച്ചൺ സിങ്കിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ക്ലോക്ക് വരാൻ പാടില്ല. അതുപോലെ സ്റ്റൗ യൂണിറ്റ് അതിൻ്റെ മുകളിലും ആ ഒരു ഏരിയയിലും ക്ലോക്കുകൾ വെക്കാൻ പാടില്ല. ഇതല്ലാതെ മാറ്റി ഭിത്തിയിൽ ക്ലോക്ക് വെക്കുന്നത് കൊണ്ട് തെറ്റുകളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ ബെഡ്റൂമിൽ ക്ലോക്ക് വെക്കുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്ലോക്കുകൾ വെക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ അങ്ങനെ ക്ലോക്ക് ആ ഒരു ഡയറക്ഷനിൽ ഒരിക്കലും ക്ലോക്ക് വെക്കരുത്. എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന പാകത്തിന് എപ്പോഴും ക്ലോക്കുകൾ വെക്കാൻ ശ്രദ്ധിക്കാവുള്ളൂ. കാരണം നമ്മൾ ആ ഒരു ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് സമയം നോക്കുകയാണെങ്കിൽ ചിലപ്പം ആ ഒരു ഹെൽത്ത് പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അങ്ങനെയുള്ള ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആവുമോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊന്ന് നോക്കാൻ പറ്റിയ പാകത്തിന് ഒന്ന് മാറ്റി വേണം ക്ലോക്കുകൾ എപ്പോഴും സ്ഥാപിക്കാൻ. അതുപോലെ ചില ആളുകൾ പൊട്ടിയ ക്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള ക്ലോക്കുകൾ, പക്ഷെ അതിനകത്ത് സമയം കറക്റ്റായിട്ട് കാണിക്കുമായിരിക്കും. അതല്ലെങ്കിൽ വാച്ച്, പൊട്ടിയ ഗ്ലാസ് ഉള്ള വാച്ചുകളൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ തികച്ചും നെഗറ്റീവാണ്. നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. അപ്പം ക്ലോക്കുകൾ പൊട്ടിയതായിരിക്കാം, പക്ഷെ കറക്റ്റായിട്ടുള്ള സമയം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ക്ലോക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതുപോലെ തെറ്റായിട്ടുള്ള സമയം കാണിക്കുന്ന ക്ലോക്കുകൾ ഉണ്ടാകും. നമ്മൾ എത്ര സെറ്റ് ചെയ്ത് വെച്ചാലും ആ സമയം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ സ്ലോ ആയി വരും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ റിപ്പയർ ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ മാറ്റിയിട്ട് പുതിയൊരു ക്ലോക്ക് വെക്കാൻ ശ്രമിക്കുക. കാരണം സമയമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പാളിപ്പോകും. അപ്പം വാസ്തുപരമായിട്ട് ക്ലോക്കുകൾ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ക്ലോക്കിൻ്റെ ആ ഒരു ഷേപ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റൗണ്ട് ഷേപ്പുള്ള ക്ലോക്ക്, അതുപോലെ ഓവൽ ഷേപ്പിലുള്ള ക്ലോക്കുകൾ, അതായത് വൃത്താകൃതിയിലുള്ളതും ഓവൽ ഷേപ്പുമായിട്ടുള്ള ക്ലോക്കുകൾ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ഉദ്ഭവിപ്പിക്കാനുള്ള പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. പോസിറ്റീവ് എനർജി, അത് വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇറഗുലർ ഷേപ്പ്, ആ ഒരു കൂർത്ത അഗ്രത്തോടു കൂടിയ ക്ലോക്കുകൾ, അങ്ങനെയുള്ള ക്ലോക്കുകളൊക്കെ വെക്കുന്നത് തെറ്റാണ്. അങ്ങനെയുള്ള ക്ലോക്കുകൾ പരമാവധി ഒഴിവാക്കുക. ഷേപ്പ്ലെസ് ആയിട്ടുള്ള ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. മാക്സിമം റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ക്ലോക്കുകൾ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാസ്തുപരമായിട്ട് ക്ലോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ക്ലോക്ക് സംബന്ധമായി കറക്റ്റ് ദശയിലാണോ വെച്ചിരിക്കുന്നത്, കിച്ചൺ യൂണിറ്റിൽ ക്ലോക്ക് കറക്റ്റായിട്ടാണോ വെച്ചിരിക്കുന്നത്, കിടപ്പുമുറിയിൽ കറക്റ്റായിട്ടാണോ വെച്ചിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ക്ലോക്കിൽ നിന്നും നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തു പോവുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.